ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു ആകെ വിഷമിച്ച് കനകയോട് പറയുവാണ്, അമ്മേ എനിക്ക് ചേച്ചീനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, കാണാം മോളെ, സർജറി കഴിഞ്ഞു എന്നല്ലേ ആദർശവും പറഞ്ഞേ, എന്തായാലും മോള് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ, ഞാനും അതിനു വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്തേക്കുന്നത്. അച്ഛനോട് ഇപ്പോൾ ഒന്നും പറയണ്ട, ഇത്രയൊക്കെ വയ്യാതിരിക്കുന്ന ആളല്ലേ, നവ്യ മോളിങ്ങ് വന്നില്ലല്ലോ. ഒരു കണക്കിന് നന്നായി, അവളെന്തായാലും ഇപ്പം ഭർത്താവിൻ്റെ സ്നേഹമൊക്കെ കിട്ടി, ഈ സമയത്ത് നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കട്ടെ, അതാ കുഞ്ഞിനും നല്ലത് എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ സ്വയം ആശ്വസിച്ച് നിൽക്കുവാണ് കേട്ടോ. അതേ സമയത്ത് ആദർശ് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനെ കാണുമ്പോഴേ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, ഡോണർ സർജറിയൊക്കെ കഴിഞ്ഞ് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടൊക്കെ വന്നു, ആ കുട്ടി ഇപ്പം മയക്കത്തിലാണ്, ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കും ആ കൊച്ചിനെ ഒന്ന് കാണണം, എത്ര കാശ് കൊടുത്താലും മതിയാവാത്ത പ്രവൃത്തിയാണ് ചെയ്തത്, എന്നിട്ടും 1 രൂപ പോലും മേടിക്കാണ്ടല്ലേ ചെയ്തത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാം ദേവയാനിയുടെ പ്രവൃത്തിയുടെ ഫലം, എന്നാൽ അതെന്ത് പറയാനാണ്, പക്ഷേ അവളെ പറഞ്ഞു തിരുത്തണം മോനെ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ ആദർശിന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എത്ര പറഞ്ഞു തിരുത്താൻ നോക്കിയാലും അമ്മയുടെ സ്വഭാവമൊന്നും മാറുകയില്ല, അത് ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പോൾ പോലും നയനയോട് അത്രയ്ക്ക് ദേഷ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട്, നയന അവിടെ ഹോസ്പിറ്റലുണ്ട്, പക്ഷേ അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ, എന്ത് പറ്റി, നയനമോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതല്ല, ഇവിടെ വന്ന അപ്പച്ചിയും ഇളയമ്മയ്ക്ക് എപ്പോഴും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ, അവൾ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ എന്ന് ഞാനും ഓർത്തു എന്ന് പറയുവാണ്. അപ്പോൾ മൂർത്തിയും പറയുന്നുണ്ട്, അത് ശരിയാ, അവിടെ പോയി നിൽക്കട്ടെ, കുറച്ച് ദിവസം സമാധാനമായിട്ട് ആ കുട്ടി നിൽക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഇന്നലെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണമായിരുന്നു, ഇന്ന് ഞാൻ ശയനപ്രദക്ഷിണത്തിന് പോവുക ക്ഷേത്രത്തിലോട്ട്, ഞാൻ അമ്മയ്ക്കും നയനയ്ക്കും വേണ്ടിയിട്ട് നേർന്ന എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പെട്ടെന്ന് ചോദിക്കുവാണ്, നയനയ്ക്കോ, അതിന് നയനമോൾക്ക് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയണം, ഒന്നും പറ്റിയിട്ടില്ല, അമ്മയും അവളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് ഓർത്താ എന്ന് പയ്യെ കള്ളം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ പരസ്പരം സംസാരിച്ചിട്ട് പറയുകയാണ്, ആദർശിൻ്റെ മുഖത്ത് ഭയങ്കര വിഷമമുണ്ട്, അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടും ഭാര്യനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടും അമ്മ അത് അംഗീകരിക്കാത്തതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് അവൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോൾ കാണിക്കുന്ന വേണുവിനെയാണ്. വേണു ഇരുന്ന് അനാമികനെ ഉപദേശിക്കുവാണ്, എന്തായാലും ആൾ തട്ടിപ്പോകുന്ന തരത്തിലുള്ള മരുന്നാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമി ചോദിക്കുകയാണ്, അച്ഛനെന്നല്ലേ പറഞ്ഞേ മരണതുല്യമായ വേദന ഉണ്ടാവുള്ളൂന്ന്, ഇതുപോലെ അവയവങ്ങളൊക്കെ അടിച്ചു പോകുന്ന അച്ഛനൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ വേണു പറയാണ്, അവൾ കുടിച്ചിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞും പോയി എന്തെങ്കിലും ഒരു അവയവമേ പോകുമായിരുന്നുള്ളൂ, ദേവയാനിക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക, പയ്യെ പോയി ദേവയാനിനെ സോപ്പിട്ട് അകത്തോട്ട് കയറാൻ നോക്കിക്കോ, ദേവയാനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും എന്നൊക്കെ പറയും കേട്ടോ രേവതി. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പയ്യെ ദേവയാനി ചേച്ചി വന്നു കഴിയുമ്പോൾ തിരിച്ചു കയറാം, അല്ലാതെ അനി വന്ന് ഇവളെ വിളിച്ചിട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അനാമി പറയുന്നുണ്ട്, അതെങ്ങനെ വിളിക്കാനാ, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളല്ലേ ആ നന്ദു. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നീ എങ്ങനെയാലും അനിയുടെ മനസ്സിൽ ഇടം പിടിച്ചേ പറ്റത്തുള്ളൂ, നിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അനിയെ സ്നേഹിച്ചതും വിവാഹം കഴിച്ച് നീ ആ വീട്ടിലെത്തിയതും, പക്ഷേ ആ കഴിവ് നീ ഇപ്പോഴും കാണിക്കണം എന്ന് പറയും കേട്ടോ. അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെങ്കിൽ മാത്രമേ നീ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള വിഹിതം കിട്ടത്തുള്ളൂ, മേടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ അനാമി പറയണം, അതിന് ഞാൻ അവൻ്റെ കാല് പിടിക്കണോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇങ്ങോട്ട് ബഹുമാനം തരുവാണെങ്കിൽ ഞാനും സ്നേഹിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഇവളിങ്ങനെ നിന്നാൽ നമ്മുടെ കടമൊന്നും തീരുകയില്ല. വേണു പറയാണ്, നീ എങ്ങനെയും അവളെ ഉപദേശിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുക. അത് കഴിയുമ്പോഴത്തേക്ക് നയനെ കാണാൻ വേണ്ടിയിട്ട് അമ്മയും നന്ദും കൂടെ കയറുവാണ് കേട്ടോ. അപ്പോൾ കനകയെ കാണുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല അമ്മേ, ഇനി കുറച്ച് ദിവസം വീട്ടിൽ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ റെസ്റ്റ് എടുക്കണം, മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് പറയണം, അച്ഛനോടൊന്നും പറയണ്ട, ആദർശൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് കേട്ടോ, പുറത്തുണ്ട്, വെയിറ്റ് ചെയ്യുക ചേച്ചിയെ കാണാൻ എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും നയന അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ആദർശേട്ടനെ അച്ഛനെയൊന്നും കുറ്റപ്പെടുത്തി സംസാരിക്കരുത് കേട്ടോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും കനക പറയാം, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മോളെ എന്ന് പറയുമ്പോൾ നയന പറയുകയാണ്, ഇത് ഞാൻ സ്വയമായിട്ട് തീരുമാനിച്ചെടുത്തതല്ലേ,
പിന്നെ എന്തിനാ അമ്മ അവരെ കുറ്റപ്പെടുത്തുന്നത്? അതുമാത്രമല്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും കനകയ്ക്ക് ഭയങ്കര വിഷമമാവണം കേട്ടോ. നന്ദുവിൻ്റെ സങ്കടം കാണുമ്പോഴും നയന പറയുന്നുണ്ട്, എന്തിനാ നീ വിഷമിക്കുന്നത്? നിനക്ക് നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ, എന്നിട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാവോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചിട്ട് നേരെ ദേവയാനീനെ കാണാൻ വേണ്ടി ചെല്ലുക കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, ഓ എൻ്റെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി വീണ്ടും വന്നേക്കുക എന്ന് പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, ദേവയാനി ചേച്ചി ആൾക്കാരെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും എടുത്തടിച്ച പോലെ ദേവയാനി പറയുകയാണ്, നിന്നെ നിൻ്റെ മക്കളെയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി. ഇനി കൂടുതൽ എന്നെയും കൊണ്ടൊന്നും പറയിക്കരുത്. എനിക്കൊരേ ഒരു മരുമോളേ ഉള്ളൂ. എനിക്ക് രക്തം തരാനും എനിക്ക് വേണമെങ്കിൽ കരൾ പകുത്ത് തരാനും വരെ തയ്യാറായിട്ട് വന്ന എൻ്റെ അനാമിക മോള്. ആ മോളെ പുറത്താക്കാനാണ് നിൻ്റെ ഈ ഇളയ മകളും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും കനക മനസ്സിൽ ചെറുതായിട്ട് പുച്ഛിച്ചിട്ട് പറയുകയാണ്, എല്ലാ സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അനന്തപുരിയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നന്മയുള്ളവരാരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇവർ വന്ന്. അങ്ങനെ ദേഷ്യത്തിൽ ഇവർ വന്നൊക്കെ ഓർത്തിങ്ങനെ കിടക്കുവാണ് കേട്ടോ. പുറത്തേക്ക് ചെല്ലുമ്പം കനകയും നന്ദുവും പറയുവാണ്, അമ്മേനെയും കണ്ടിരുന്നു, ചേച്ചീനെയും കണ്ടു എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുകയാണ്, അമ്മ എന്തേലും പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതാണ് ഞാൻ കയറി കാണണ്ട എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുവാണ്. അപ്പോൾ കനക പറയുകയാണ്, സാരമില്ല മോനെ, ആർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നൊരു സ്വഭാവം എൻ്റെ നയനമോക്ക്. അവൾ സ്വയം തീരുമാനിച്ചതല്ലേ, അവൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുവാണ്. ആ സമയത്ത് ആദർശ് പറയുകയാണ്, ഞാനെങ്കിൽ നയനേനൊന്ന് കയറി കാണട്ടെ എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് നയന സഡേഷന് നല്ല ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ്. പയ്യൻ നയനയുടെ കയ്യിലോട്ട് ആദർശം അടിക്കുമ്പോൾ നയന കണ്ണു തുറക്കുവാണ് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, ദേ നോക്കിയാൽ ആദർശേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ഒരു കുഴപ്പം ഉണ്ടാവുകയല്ലെന്ന്, എന്താ നടന്നതെന്ന് പോലും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അത് അനസ്തേഷ്യൊക്കെ തന്നിട്ടായിരിക്കുമല്ലേ മയക്കി കിടത്തേൻ്റെ, സാരമില്ല, നീ റെസ്റ്റ് എടുക്കുക, ഞാൻ പുറത്തുണ്ടാവും എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ദാസനായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാനുള്ള അർഹത എനിക്കുള്ളൂ. അത്രയ്ക്ക് വലിയ ഒരു കാര്യമാണ് നീ എനിക്ക് ചെയ്തു തന്നത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നയനയോട് നന്ദി പറയുവാണ് കേട്ടോ. എന്നിട്ട് നയനയോട് പറയുകയാണ്, നിൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായി എന്നിങ്ങനെ പറയുമ്പോൾ നയന ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതെന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമാവുമല്ലേ, ആദർശേട്ടന് സങ്കടമില്ലേ എന്ന് ചോദിക്കുമ്പം ആദർശം ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, ഇവിടെ ഒത്തിരി പേരെ അനുവദിക്കത്തില്ല, ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആദർശ് പോകുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.